നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പുതിയ ഹോളിവുഡ് സിനിമയായ ബാലറീനെ കുറിച്ചാണ്. ബാലറീന എന്ന സിനിമ നമ്മുടെ ജോൺ വിക്കിൻ്റെ യൂണിവേഴ്സിൽ നടക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ആദ്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ടൈറ്റിൽ കാർഡ് ഫോട്ടോ എടുക്കുന്നവർക്ക് വേണ്ടിയാണ്. ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ എൻഡിലാണ് ക്രെഡിറ്റ്സ് തുടങ്ങുന്നത് തൊട്ട് മുമ്പ് സിനിമ തീരുന്നിടത്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് വരിക. അതുകൊണ്ട് ആദ്യം മുതൽ മൊബൈൽ ഓൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത് കിയാനു റീവ്സ് ആകെ 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. സോ അത് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് ആരും ഇരിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ക്രെഡിറ്റ് സീൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് കാണണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞ അപ്പം തന്നെ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണീറ്റ് പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിനി സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. സിനിമ എനിക്ക് പേഴ്സണലി ഒരു എബോവ് ആവറേജ് ആക്ഷൻ സിനിമ പോലെയാണ് തോന്നിയത്. ജോൺ വിക്കിൻ്റെ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള 4 സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വീക്കാണ് ഈ സിനിമ. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അനാ ഡി അർമാസാണ്. പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ ക്യാരക്ടർ റൈറ്റിംഗ് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അഭിനയിച്ച് തകർക്കാനൊന്നും ഇല്ലാത്തില്ല. ഭയങ്കര നന്നായിട്ട് ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് പുറത്തോട്ട് കൊണ്ടുവന്നതായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നമുക്ക് ആ ക്യാരക്ടറിൻ്റെ പെയിൻ ഒന്നും തോന്നില്ല. ഇപ്പോൾ ജോൺ വിക്കിൽ നമുക്ക് പുള്ളിക്ക് പോയി ത്രൂ ആ പെയിൻ വളരെ കുറച്ച് സീനിലൂടെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആ സിനിമയുടെ സക്സസിൻ്റെ വലിയ ഭാഗമാണ്. ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയില്ല. ഈ സിനിമയിൽ കുറച്ച് അടിപൊളി ആക്ഷൻ സെറ്റ് പീസുകളുണ്ട്. അതിനുവേണ്ടി മാത്രമേ ഈ സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതിലെനിക്ക് ഗ്രനേഡ് വെച്ചുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതെനിക്ക് പേഴ്സണലി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ തീ വെച്ചിട്ടുള്ള വെടിവെക്കുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടു കാണും. പക്ഷേ പേഴ്സണലി എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി ഈ പറയുന്ന ആക്ഷൻ സീക്വൻസുകളൊക്കെ പല ഷോട്ടുകളൊക്കെ നമ്മൾ ജോൺ വിക്ക് സിനിമകളിൽ ഓൾറെഡി കണ്ടത് റിപ്പീറ്റ് ചെയ്ത പോലെ വേറൊരു രീതിയിലാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. പുതുതായിട്ടൊരു സാധനം കൊണ്ടുവന്ന പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ സിനിമയ്ക്ക് ഒട്ടും ഡെപ്ത് ഇല്ല. ഇപ്പം ഞാൻ ജോൺ വിക്ക് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ജോൺ വിക്കിന് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. ജോൺ വിക്ക് സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ ദോ സ്റ്റോറി ഇതുപോലെ തന്നെ വൺ ലൈനൊക്കെ ഉണ്ടാവുള്ളെങ്കിലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. നമുക്ക് എക്സ്ക്യൂസ് മീ നമുക്കിപ്പോൾ ആ സിനിമയിൽ ജോൺ വിക്ക് 1 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പുള്ളി റിവെഞ്ചിന് വേണ്ടി പോവുകയാണ്. പക്ഷേ അതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. സോ ഹീസ് ആൻ അൺനോൺ. അപ്പോൾ ഓരോരോ ഘട്ടത്തിൽ ഈ ആക്ഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുള്ളി ആരാണ് എന്താണെന്നുള്ള ആ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ഗ്രാജുവലി നമ്മൾ സിനിമയുടെ ഒപ്പം തന്നെ നമ്മളും അറിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ത്രില്ലും അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ആ സ്ക്രീൻ പ്ലേയിലുണ്ട്. ഇപ്പോൾ അടുത്ത 2-3 സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഈ ജോൺ വിക്കിൻ്റെ വേൾഡിൻ്റെ ഫുള്ളി ഡെവലപ്മെൻറ്റ്, അതിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, ഹയറാർക്കി എന്താണ് എന്നുള്ള സ്ലോലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ആക്ഷൻ്റെ ഒപ്പം തന്നെ. സോ സ്റ്റോറി എപ്പോഴും സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഈ ഒരു ഡെവലപ്മെൻറ്റ് എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സിനിമയ്ക്കകത്തൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അത് ആക്ഷൻ സീക്വൻസിനൊപ്പം തന്നെ. ഈ ബാലറിനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇതൊരു സാധാ ടിപ്പിക്കൽ റിവെഞ്ച് മൂവി പോലെ പോകുന്നൊരു സിനിമയാണ്. ആക്ഷൻ രസമുണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാമെന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നുമില്ല. ഭയങ്കര പ്ലെയിനാണ് ഈ മൂവി എന്നാണ് പേഴ്സണൽ അഭിപ്രായം. ഇതിനകത്ത് കുറച്ചും കൂടി ഡെപ്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. സംഭവം അവർക്കത് ആക്സസ് ചെയ്യാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ബാലറീന അല്ലെങ്കിൽ അനാ ഡി അർമാസിൻ്റെ ക്യാരക്ടറും അതിൻ്റെ ഫാമിലി കണക്ഷൻസും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഡെപ്തൊക്കെ ഈസിലി കൊടുക്കാമെന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇവർ കട്ട് ചെയ്ത് കളഞ്ഞാണോ, എഡിറ്റ് ചെയ്ത് കളഞ്ഞാണോ, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ചേരാത്തതുകൊണ്ട് ഫാസ്റ്റ് പേഴ്സായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണെന്ന് എനിക്കറിയില്ല. സോ പേഴ്സണലി എനിക്ക് അനാ ഡി അർമാസിൻ്റെ ക്യാരക്ടറിൻ്റെ പെയിനോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിക്കാരത് വരുന്നു എല്ലാവരും വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നുമില്ല ആക്ച്വലി. സോ ഇത് സിനിമയുടെ വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞാൽ കിയാനു റീവ്സ് ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഒബ്വിയസ്ലി ട്രെയിലർ കാണിക്കും. ഇപ്പോൾ ട്രെയിലർ 3 മിനിറ്റ് ഉണ്ട് എങ്കിൽ അതിൽ 30 സെക്കൻഡാണ് പുള്ളി കാണിച്ചെങ്കിൽ അതുപോലെ തന്നെയാണ് സിനിമയിലും. സിനിമ 2 മണിക്കൂർ താഴെയാണെങ്കിൽ അത്ര പുള്ളിക്ക് ഒട്ടുമില്ല. പുള്ളി ജസ്റ്റ് വന്ന് പോകുന്നൊരു ക്യാരക്ടറാണ്. അതായത് ജോൺ വിക്കിൻ്റെ വേൾഡിൽ സംഭവിക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ കാണിക്കുന്ന പോലെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയുടെ സൗണ്ട് മിക്സ് സൂപ്പർബാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അറ്റ്മോസ്ഫിയർ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ സിനിമ ഓൾമോസ്റ്റ് കുറേ നൈറ്റും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ലേസർ സ്ക്രീനിൽ കാണാൻ തന്നെ നോക്കിയാൽ ഈ സിനിമ DCP 4K ലേസർ 5.1 അറ്റ്മോസ് അല്ലെങ്കിൽ IAB ആണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ് സ്ക്രീനിൽ സിനിമ കാണാൻ, അതായത് ലേസർ അറ്റ്മോസ് സ്ക്രീനിൽ കാണാൻ നല്ല രസമായിരിക്കും. സിനിമ സ്കോപ്പാണ്. അതുകൊണ്ട് മിക്ക സ്ക്രീനിലും ഫുൾ സ്ക്രീൻ ആയിരിക്കും. PXL പോലത്തെ ചില സ്ക്രീനിൽ മാത്രമായിരിക്കും ഫുൾ സ്ക്രീൻ അല്ലാതെ. ഇത് IMAX-ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ DMR-ഉം കുറച്ചും കൂടി കോൺട്രാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പിന്നെ സൗണ്ടിൻ്റെ പഞ്ച് എപ്പോഴും IMAX-ൻ്റെ ഒരു പ്രത്യേക ബേസ് എഫക്റ്റ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നതെന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ ഇതിനേക്കാളും. പക്ഷേ അറ്റ്മോസ് മിക്സ് ഭയങ്കര നല്ലതായിരുന്നു. സൗണ്ട് മിക്സ് അടിപൊളി തന്നെയാണ്. പിക്ചർ ക്വാളിറ്റി നല്ലതായിരുന്നു BXL. പക്ഷേ
ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കാണുവാണെങ്കിൽ 4K ലേസർ അറ്റ്മോസ്ഫിയറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ ഫൺ മൂവി, ഇറ്റ്സ് എൻ എൻ്റർടൈനിങ് മൂവി, ഡോണ്ട് എക്സ്പെക്ട് മച്ച്, അത്രേ ഉള്ളൂ. എന്തായാലും ഞാനെന്തായാലും പെയ്ഡ് പ്രിവ്യൂ ആണ് കണ്ടത്. അപ്പോൾ തേഴ്സ്ഡേ രാത്രിയുള്ള ഷോയാണ് കണ്ടത്. അത് ഫ്രൈഡേ ആണല്ലോ റിലീസ്. നേരത്തെ ഹൗ ടു ട്രെയിനാണ് ഒരാഴ്ച മുമ്പ് കണ്ടിരുന്നത്. ഇങ്ങനെ പെയ്ഡ് റിവ്യൂസൊക്കെ ഇംഗ്ലീഷ് സിനിമകൾക്ക് ചെയ്യുവാണെങ്കിൽ വളരെ രസമായിരിക്കും. എല്ലാവർക്കും രാവിലെ 9 മണിക്കൊന്നും പോകാൻ പറ്റുന്നതല്ല. അപ്പോൾ തലേദിവസം ഇങ്ങനത്തെ രാത്രി പെയ്ഡ് റിവ്യൂ ഷോ കാണിക്കുന്നത് ഭയങ്കര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ഐമാക്സിൽ മാത്രമല്ല, ഇതുപോലെ തന്നെ എല്ലാ സ്ക്രീനിലും കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രിവ്യൂ ഷോസ് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ നാളെ ഈ സിനിമ കണ്ടിട്ടാണെങ്കിൽ ഈ റിവ്യൂ കാണുന്നെങ്കിൽ താഴത്ത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്ത് പറയാം. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എവിടെയാണ് കണ്ടതെന്നൊക്കെ പറയാം. എനിക്കും അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയാം. എന്തായാലും ഇത്ര തന്നെ വീഡിയോ കണ്ടു നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.